ശ്രീകുമാരേട്ടാ നമസ്കാരം. 50 വർഷം കൊണ്ട് 250 പുസ്തകങ്ങൾ ബി.ജെ.പി. നേതാവും നിലവിലെ ഗോവ ഗവർണറുമായിട്ടുള്ള പി.എസ്. ശ്രീധരൻപിള്ള എഴുതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സുവർണ ആഘോഷം, ഈ എഴുത്തിൻ്റെ 50 വർഷം ആഘോഷിക്കപ്പെടുകയാണ് ഒരു വേദിയിൽ കേരളത്തിൽ. പക്ഷേ ഇതിനോടൊപ്പം തന്നെ വിവാദവും കനക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ ഏറിയ പങ്കും ഗവർണറുടെ പ്രസംഗമാണ് എന്നതാണ് പ്രധാനമായിട്ട് ഉയരുന്നൊരു വിമർശനം. അതുമാത്രമല്ല, ഈ വേദിയിൽ, ഈ ആഘോഷവേദിയിൽ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരും പങ്കെടുക്കുന്നുമില്ല. ഇത് രസകരമായൊരു കാര്യമാണ്. കാരണം ഈ അന്യഥ തങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിലൊക്കെ നന്നായി പ്രവർത്തിക്കുന്ന ചില മനുഷ്യർക്ക് ഈ ഉണ്ടിരിക്കുന്ന നായർക്ക് വിളി തോന്നിയതുപോലെ വേറെ ചില ആഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ശ്രീധരൻപിള്ള സാർ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന അഭിഭാഷകനാണ്. ഏറ്റവും മികച്ചതായ അഭിഭാഷകനാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം മികച്ചൊരു സംഘാടകനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു ദൗർബല്യമായി മാറിയിരിക്കുന്നു ഈ പുസ്തകം എഴുത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എന്ന് നമുക്ക് ദൗർബല്യം എന്ന് ഞാൻ പറഞ്ഞത് ഒരു ഗ്രന്ഥകർത്താവായി അറിയപ്പെടണമെന്ന അതിയായ മോഹം. ഇങ്ങനെയുള്ള ചിലരുണ്ട്. സാഹിത്യം, എഴുത്ത്, ഇതിലൊക്കെ കൂടി തങ്ങളുടെ മേഖലയിൽ മിടുക്കരാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ഉണ്ടെങ്കിൽ ഒരു ഗുമ്മുണ്ടല്ലോ എന്നുള്ളതാണ് നമുക്ക് പറയാം. അതായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പം നമുക്ക് നേരത്തെ നമ്മുടെ മന്ത്രിയായിരുന്ന ജി സുധാകരൻ, അദ്ദേഹം അഴിമതിക്ക് അതീതനായ മിടുക്കനായ മന്ത്രിയാണ്. നല്ല കാര്യക്ഷമതയോടെ പ്രവർത്തിച്ച മന്ത്രിയാണ്. വകുപ്പുകളിലൊക്കെ അദ്ദേഹം ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള പാർട്ടി നേതാവുമാണ്. പക്ഷെ അദ്ദേഹത്തിന് വലിയ ദൗർബല്യമായി കവിത എന്ന് പറഞ്ഞു. കവിത എഴുതണം അദ്ദേഹത്തിന്. അതിങ്ങനെ പ്രസിദ്ധീകരിക്കുകയും വേണം. അത് അദ്ദേഹം കരുതി വശായിരിക്കുന്നത്, അന്യഥാ മിടുക്കനായ അദ്ദേഹം കരുതി വശായിരിക്കുന്നത് ഇത് വലിയ കവിതകളാണെന്നും താൻ മഹാകവി പട്ടത്തിന് അർഹനാണെന്നും ഒക്കെയാണ് അദ്ദേഹം കരുതി വശായിരിക്കുന്നത്. രസകരമായ വേറൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളെ വാഴ്ത്തിയിരുന്നവരും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അഹം യാതിയ മുന്നോട്ട് വന്ന് മത്സരിച്ചവരെയോ ഒന്നും ഇപ്പോൾ കാണാനില്ല. അവരാരും ഇപ്പോൾ ഒന്നും പറയുന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ കവിത എഴുതുന്നുമില്ല. അതാണ് അദ്ദേഹം സ്വസ്ഥനായിരിക്കുകയാണ്. അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്ന് കേട്ടിട്ടില്ല. അതുപോലെ ശ്രീധരൻപിള്ള സാറ് ഈ എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ ഈ നമുക്ക് തിരിച്ചും മറിച്ചും നോക്കിയാൽ വിക്കിപീഡിയയിൽ ഇവരും തെറ്റ് വരാമായിരിക്കും അല്ലേ? ഏതായാലും അതെത്ര നോക്കിയാലും പുസ്തകങ്ങളുടെ എണ്ണം 250 ആകുന്നില്ല. എത്ര മെനക്കെട്ടാലും എത്ര നമ്മൾ എണ്ണി നോക്കിയാൽ 250 ആകുന്നില്ല. നിരവധി അപ്രകാശിതമായ ഗ്രന്ഥങ്ങളും ഉണ്ട് എന്നാണ് വിക്കിപീഡിയ ജീവചരിത്ര പ്രകാരം കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അപ്പൊ അപ്രകാശിതമായ പുസ്തകങ്ങളും കൂടി ചേർത്തായിരിക്കും അല്ലേ? അങ്ങനെയായിരിക്കും. പക്ഷേ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അത് എഴുതണം. പക്ഷേ ഇംഗ്ലീഷിൽ 30ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൂടി ചേർത്താണ് ഈ കണക്ക് എന്ന് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന് കണക്ക് പ്രകാരം പല പുസ്തകങ്ങളും അപ്രകാശിതമാണ്. ഏതായാലും ഇതിപ്പം അദ്ദേഹം വെറുതെ ഇങ്ങനെ ഒരു എന്തായാലും പറയും, വെറുതെ അദ്ദേഹത്തിന്റെ മിടുക്കുള്ള മേഖല അതല്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. അത് തന്നെ അതിൽ തന്നെ പറയുന്നത് വേറൊരു കാര്യമുണ്ട്. 1983 മറ്റോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചെന്ന് പറയുന്നത്. ചിലപ്പോൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എഴുതി തുടങ്ങിയതായിരിക്കാം ചിലപ്പോൾ. കാരണം അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ ടി പത്മനാഭനാണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ എന്ന് പറയുന്നത് 1950-ലോ 52-ലോ ആണ്. പക്ഷെ അതിനു മുമ്പ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അദ്ദേഹം എഴുതിയ കഥ എഴുതിയിരുന്നു. പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ തൊട്ടാണ് അദ്ദേഹം ഇങ്ങനെ കഥാധികനായിട്ട് അറിയപ്പെട്ടു തുടങ്ങി. എം ടി വാസുദേവൻ നായരും ഈ ആദ്യത്തെ കഥ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വളർത്തുമൃഗങ്ങളുടെ കഥ എഴുതുന്ന, അതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന വർഷത്തിൽ കഥ എഴുതിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ വല്ലതുമാണോ നമുക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ലഭ്യമാവുന്ന കണക്ക് വെച്ചിട്ട് അത് അദ്ദേഹം 250 പുസ്തകം എഴുതി കാണാൻ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുതയാണ്. എന്തുവാ ഈ പ്രസംഗങ്ങൾ. ഓരോ പ്രസംഗങ്ങളും ഓരോ പുസ്തകങ്ങളായിട്ടാണ് കരുതിയിരിക്കുന്നത് തോന്നി. ഗവർണറായപ്പോഴുള്ള നയപ്രഖ്യാപന പ്രസംഗം വരെ പുസ്തകങ്ങളായിട്ടാണ്. ഈ പ്രസംഗം എന്ന് പറയുന്നത് അത് ആരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? എന്താ ഈ പ്രസംഗങ്ങളൊക്കെ എഴുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. പ്രസംഗങ്ങളൊക്കെ അത് സർക്കാർ തയ്യാറാക്കി കൊടുക്കുന്നതാണ് നയപ്രഖ്യാപന പ്രസംഗം. പിന്നെ അല്ലാത്ത പ്രസംഗങ്ങളൊക്കെ എന്ന് പറയുന്നത് പലതും എഴുതി കൊടുക്കുന്നതാണ്. അത് പിന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാലും ഓരോ പ്രസംഗവും അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു എഴുത്താഘോഷം നടത്താം, തീർച്ചയായിട്ടും നടത്താം. മുഖ്യമന്ത്രിമാരൊക്കെ 50 വർഷം കൊണ്ട് പിന്നെ 3000ഓളം പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എത്രയോ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഡെയിലി
പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ കുസൃതികൾ, അദ്ദേഹത്തിന്റെ ഇതൊക്കെ ചേർത്ത് അദ്ദേഹത്തിന് പുസ്തകം ഇറക്കാവുന്ന. ഒരു എഴുത്തുകാരൻ പക്ഷേ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അറിയപ്പെടാൻ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ആ മേഖലയിലോട്ട് എപ്പോഴാണ് തോന്നുന്നതിനെ അറിയത്തില്ല. ഏത് സമയത്തായി ഇത് നമുക്ക് തോന്നി. വാർദ്ധക്യമായാലും ചിലപ്പോൾ തോന്നി കൂടുന്നില്ല എഴുത്തിന്റെ കാര്യം. നമ്മുടെ പിണറായി വിജയന്റെ പുസ്തകങ്ങളും ഉണ്ടായി കൂടുന്നില്ല. അതവിടെ കിടണം. നമ്മളിപ്പോൾ ഈ ശ്രീധരൻപിള്ള സാർ ഇത് ഇന്ന് പുസ്തക പ്രകാശന ചടങ്ങ് നടന്നെന്ന് തോന്നുന്നില്ല. ഈ ഒരു പുതിയ പുസ്തക ഒരു വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ശ്രീധരൻപിള്ള സാറിന്റെ ഒരു വേദിയിൽ വെച്ച് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്. ചില പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രവേശനത്തെ സുവരത്തെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് ഒരു പുസ്തകം, അദ്ദേഹത്തിന് 1-2 പുസ്തക പ്രകാശന ചടങ്ങ് ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. പുസ്തക പ്രകാശനത്തിന് സംബന്ധിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അല്ല, ഈ ഒരു പുസ്തക പ്രകാശനം അല്ലെങ്കിൽ പുസ്തക പ്രകാശനമല്ല, ഈ ഒരു എഴുത്താഘോഷം, അദ്ദേഹത്തിന്റെ ഈ 50-ാം വർഷത്തെ ഈ എഴുത്താഘോഷം ട്രോളുകൾക്ക് വിധേയമാകുന്നതിന്റെ കാരണങ്ങളാണ് സാർ ഇപ്പൊ സൂചിപ്പിക്കുകയൊക്കെ ചെയ്തത്. അല്ല, അതെ അതാ പറയുക. ട്രോളന്മാർക്ക് വിഷയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രീധരൻപിള്ള സാറിനെ പോലെയുള്ളവർ അങ്ങനെ പോലെയുള്ള, ഞാൻ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ കർമ്മമണ്ഡലങ്ങളിൽ അവർ വളരെ വലിയ ആൾക്കാർ. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം വളരെ വലിയ ആളാണ്. എഴുത്ത് കാര്യത്തിൽ ഇത്ര പുസ്തകങ്ങളിലൂടെ തന്നെ ക്രെഡിറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് ഉള്ള വാശിയും പുസ്തക പ്രകാശന ചടങ്ങ് ആഘോഷമായി, ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്. നേരത്തെ ജി സുധാകരൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനമൊക്കെ ആഘോഷമായി നടത്തി 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പുസ്തക പ്രകാശനം മലയാളത്തിലെ പ്രമുഖ അത് നമ്മൾ പേര് പറയുന്നത് ശരിയല്ല. കാരണം അവരൊക്കെ നമുക്ക് നേരിട്ടറിയാവുന്നവരൊക്കെ അല്ലേ, അവരൊക്കെ നടത്തിയ അവസ്ഥയുണ്ട്. ഇപ്പം അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരാരും അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടി മെനക്കെടുന്നേ ഇല്ല. അദ്ദേഹം എഴുതുന്നുമില്ല. അതാണ് ഇതിനകത്ത് രസകരമായ കാര്യം. മറ്റേ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഇങ്ങനെ അദ്ദേഹം ഈ അധികാരമൊക്കെ വിട്ടുകഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം എഴുതുന്നുമില്ല, ആരും അങ്ങനെ വാഴുന്നില്ല എന്ന് പറഞ്ഞതുപോലെ. എനിക്ക് അറിഞ്ഞുകൂടാ ഇവരൊക്കെ ഈ പുസ്തക സാധാരണ ഒരു പുസ്തക പ്രകാശനത്തിന് പങ്കെടുക്കേണ്ടത്, ഈ ഒരു ഇങ്ങനത്തെ എഴുത്താഘോഷത്തിലൊക്കെ പങ്കെടുക്കേണ്ടത് പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരാണ്. അതെ അതെ അതെ, തീർച്ചയായും. ഈ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇതില് 50-ാം വർഷത്തെ ആഘോഷ ചടങ്ങിൽ പ്രസിദ്ധ എഴുത്തുകാരൊന്നുമില്ല. കൂടുതലും മത നേതാക്കന്മാർ. അതൊരു സർവ്വമത വേദിയാക്കിയിരിക്കും. കാന്തപുരം ഉസ്താദ്, ചിദാനന്ദപുരി സ്വാമികള്, അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ മുഖ്യ അതിഥികളും. അത് വളരെ ശരിയാണ്. കാരണം ചിദാനന്ദപുരി സ്വാമികൾ, ഈ കാന്തപുരം ഉസ്താദ് ചിലപ്പം വലിയ ആസ്വാദകരും അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരിക്കാം. നോക്കരുത്, ചിദാനന്ദപുരി സ്വാമിയുടേതായ ഒരു മേഖലയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെ പ്രസിദ്ധമാണ്. പിന്നെ ബിഷപ്പും പുസ്തകം നമുക്കറിയത്തില്ല, അവരൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കും. ഉസ്താദൊക്കെ വളരെയധികം പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കാം. അതെന്തുമാട്ടെ, ഏതായാലും പ്രമുഖരായ എഴുത്തുകാരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അത് ശ്രദ്ധിക്കാറുണ്ട് പലരും. ഈ പുസ്തക പ്രകാശനം നടത്തുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒരു നല്ല എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ പ്രമുഖനായ ഒരു എഴുത്തുകാരൻ്റെ സാന്നിധ്യം ചെയ്യാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു സർവ്വമത വേദിയാക്കിയിരിക്കുകയാണ്. ബിഷപ്പുണ്ട്, സ്വാമിയുണ്ട്, ഉസ്താദുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ഇപ്പോഴീ നമ്മുടെ ഈ എല്ലാവരും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഒരു ഗുമ്മുള്ളൂ. എന്തായാലും പറയുന്നത് ഈ പിന്നെ എല്ലാ മതക്കാരുടെയും ഒക്കെ ചേർന്ന അങ്ങനെ അത്ര ഒരു സംവിധാനം ഉണ്ടാക്കി എല്ലാ മതക്കാരുടെയും ആളുകളുടെ ആളായിട്ടിരിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുന്നതിലൂടെ ലഭിക്കുന്ന ഒരു ഔന്നത്യം സ്വയം കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബിഷപ്പിനെയും സ്വാമിയെയും ഉസ്താദിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് കിട്ടുന്നവർ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം പല ഫേസ്ബുക്കിലൊക്കെ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ, സാമൂഹിക നിരീക്ഷകരൊക്കെ വിമർശനമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ചിലർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതില് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ഒരു ഹിന്ദു നേതാവിന്റെ ജനസമ്മതി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സർവമത വേദിയാകുകയാണോ, അതോ ഇതിന് മറ്റെന്തെങ്കിലും ലക്ഷ്യം കൂടി ഉണ്ടോ? മറ്റെന്ത് ലക്ഷ്യങ്ങൾ? ഇപ്പൊ ഒരു നന്ദി പറച്ചലിന്റെ വേദിയാണോ? ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപകാരസ്മരണ ഉള്ള ആരെങ്കിലും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്നൊരു പറച്ചിലുണ്ട്. അതിപ്പോ നമുക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി അങ്ങനെ ഒരു ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപകാരസ്മരണ എന്ന നിലയിൽ നിൽക്കുന്ന ചില സംഘാടകരെ ഇതിന്റെ പിന്നിലുണ്ട്. ഇൻഡോ അറബ് ഫൗണ്ടേഷൻ ആണ്. അതെ, ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതെ, അതാ പറഞ്ഞത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇൻഡോ അറബ് കോൺഫെഡറേഷന് ഇത് പരിപാടി സംഘടിപ്പിച്ചുകൂടാ എന്നൊന്നും ഇല്ല. പക്ഷേ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ അല്ല, ഒരു BJP നേതാവാണ് അദ്ദേഹം, എന്ത് തന്നെ ആയാലും. അങ്ങനെ ഒരു ആളുടെ ഇതില് എന്താണ് ഈ ഇൻഡോ അറബ് കോൺഫെഡറേഷന് കാര്യം? അതുപോലെ തന്നെ സ്വർണ്ണ വ്യവസായി ആയിട്ടുള്ള ചില ആളുകളൊക്കെ, MP അഹമ്മദിനെ പോലുള്ള മനസ്സിലായി. നമ്മളിപ്പോ ഓരോരുത്തരുടെയും കാര്യം പേരെടുത്ത് പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം പിന്നെ സമദാനിയെ പറ്റി പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തെ പറ്റി നമ്മൾ അങ്ങനെ അദ്ദേഹം പുസ്തകം എഴുതാനും പുസ്തകം പ്രകാശിപ്പിക്കാനും
ഇത്ര പുസ്തകങ്ങൾ എഴുതി ഇനി ഗിന്നസ് ബുക്കിലൊക്കെ പെടുന്ന ഇത്ര പുസ്തകങ്ങൾ എഴുതിയ ഗവർണർ അറിയപ്പെടാനും ഒക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. അതനുസരിച്ച് അദ്ദേഹം അത് പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഓരോരുത്തരെയും കാരണം ചികഞ്ഞ് പറഞ്ഞത്. എന്തായാലും ട്രോളന്മാർക്ക് നല്ലൊരു വിഷയമായിട്ടുണ്ട്. പറയുന്ന വിഷയം ചിലവര് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാധവിക്കുട്ടി വിഷയത്തില് സമദാനിക്ക് വേണ്ടിയിട്ട് ഹാജരായത് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിരുന്നു ശ്രീധരൻപിള്ള സാറാണ്. അപ്പൊ അതിനുള്ളൊരു നന്ദി പറച്ചൽ വേദി കൂടി ആയിത്തീരുക. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാരസ്മരണ എന്ന നിലയിലുള്ള ചിലർ ഇതിന്റെ പുറകിലുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ പിന്നെ ഓരോന്നും അങ്ങനെ പറയണം. ഇപ്പൊ ഗവർണർ ഇവിടെ പിന്നെ ഇവരുടെയൊക്കെ പ്രസംഗം കഴിഞ്ഞാന്ന് തോന്നുന്നു. ഗവർണർ ഉദ്ഘാടന പ്രസംഗം, സമാപന പ്രസംഗം അവസാനം കണ്ടാണ് ഗവർണർ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതേ ഈ ഗവർണർ അദ്ദേഹത്തെ കണ്ടിട്ടാണ് ഈ കേരളത്തിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീധരൻപിള്ള സാറിനെ പോയി കണ്ടിരുന്നു, അവരെ കണ്ടിരുന്നു. അപ്പോൾ അന്നേ അദ്ദേഹം ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുക, അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങളുള്ള ആരോഗ്യം. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ എന്തുവാകട്ടെ, ഇതിനകത്ത് വസ്തുതാപരമായ പിശകുകൾ കാണുന്നുണ്ട്, അത് വസ്തുതയാണ്. പിന്നെ 50 വർഷം 1983 എഴുതിയ ആളിന് 50 വർഷം ആയില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാണ്. പിന്നെ ഈ പുസ്തകങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതി പ്രസിദ്ധീകരിക്കാനൊക്കെയുള്ള സമയവും സൗകര്യവും ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും തിരക്കുള്ള ക്രിമിനൽ അഭിഭാഷകനാണ് അദ്ദേഹം. അതും ആയിക്കോട്ടെ, അതിനാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ എന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മറ്റ് മേഖലകളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പറ്റിയ ഔദാര്യം പറ്റിയവരോ, അല്ലെങ്കിൽ ഔദാര്യം എന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ നിന്ന് പ്രയോജനം കിട്ടിയവർ നടത്തുന്ന ഒരു ഉപകാര സ്മരണയാണ് ഇത്തരം ആഘോഷങ്ങൾ എന്ന് തന്നെ വേണം കരുതാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ആഘോഷവും ഈ പുസ്തക പ്രകാശനം നമുക്കറിയാം, പ്രമുഖരായ പത്രാധിപന്മാർ വരെ ഇങ്ങനെ പുസ്തകങ്ങൾ ഗ്രന്ഥകർത്താക്കളാണെന്ന് ഇങ്ങനെ എന്താ പറയുന്നത്, തങ്ങളുടെ പ്രൊഫൈലിൽ ഇത്ര പുസ്തകങ്ങൾ എഴുതി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആയിട്ട് എഴുതിക്കുക, പറഞ്ഞു കൊടുത്ത് എഴുതിക്കുക, നന്നായി നേരിട്ട് എഴുതുന്നവരുടെ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതിപ്പം വേണമെങ്കിൽ പറയാം, എല്ലായിടത്തും ഇങ്ങനെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ എഡിറ്റേഴ്സാണ് കൃത്യമായി ജോലി ചെയ്യുന്നത് പറയുന്ന പോലെ ഇവിടെ ഇപ്പോൾ സ്വന്തമായി എഴുതുന്നവരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ എഴുതിക്കുക. ഏതായാലും ഇതൊരു അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് എത്രത്തോളം നമുക്ക് അദ്ദേഹത്തിന് ഈ പൊതുജനങ്ങൾ അത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് ചിന്തയുണ്ടായാൽ നല്ലതാണ്. ഈ ആഘോഷം ആരവും അദ്ദേഹത്തിൻ്റെ ഈ അധികാരസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള പുറത്താകലോടുകൂടി അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്നതോടുകൂടി ഒതുങ്ങാനാണ് സാധ്യത. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിനാണ് കൂടുതൽ സാധ്യത. എന്തായാലും എഴുത്താഘോഷത്തിനപ്പുറം മറ്റെന്തൊക്കെയോ ആഘോഷങ്ങൾ ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. അത്തരം സംശയങ്ങൾക്ക് ഇട നൽകാതിരിക്കുകയാണ് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് നല്ലത്. എന്തായാലും പിണറായി വിജയനും ഇതിലൂടെ വ്യക്തമാവുന്നത് പിണറായി വിജയനും കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇറക്കാനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അങ്ങനെ പുസ്തകം നമ്മുടെ ഒരു മലയാള സാംസ്കാരിക സാഹിത്യ മേഖല പുഷ്ടിപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.